ഏറ്റവും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നിതിനെ ഇനി എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? സംസ്കാരം എവിടെയാണ്? കൂടുതൽ വിവരങ്ങൾ. സ്മിത, അല്പസമയം മുമ്പാണ് കരിമ്പാടം മണത്തറയിലെ വീട്ടിൽ നിന്ന് മൃതദേഹം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഓച്ചന്തൂരത്ത് ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതാണ്ട് 5:30 തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3:30 മുതൽ 5 മണി വരെ ഉഷയുടെ കരിമ്പാടത്തെ ബന്ധുവീട്ടിൽ പൊതുദർശനമായിരുന്നു. ഇതിലിപ്പോൾ വി.ഡി. സതീശൻ ഇവിടെ എത്തി കുടുംബത്തെ സന്ദർശിച്ചു. ഏറെ വൈകാരികമായ ഒരു നിമിഷമായിരുന്നു. കാരണം 2 പെൺകുഞ്ഞുങ്ങൾ, അവരെ നമുക്കറിയാം വലിയ ദുരിതത്തിലാണ് ആ കുടുംബമുള്ളത്. ആ ഒരു വേദനയിൽ നിന്ന് ആ കുടുംബം ഏത് നിലയിൽ കരകയറുമെന്ന ചോദ്യം എന്തായാലും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്, അതായത് ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലൊരു പ്രതി ഏത് നിലയിൽ ഈ കുറ്റകൃത്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മറ്റ് പ്രതികരണങ്ങളിലേക്ക്, ഒരു വിമർശന നിലയിലുള്ള പ്രതികരണങ്ങൾക്ക് എന്തായാലും നിലവിൽ ഇപ്പോൾ കടന്നിട്ടില്ല. എന്തായാലും കുടുംബത്തെ ചേർത്ത് ഒപ്പം നിർത്താനുള്ള നടപടികൾ സ്വീകരിക്കും. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജിമിൻ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ട്. ചികിത്സാ സഹായം അടക്കമുള്ള കാര്യങ്ങളിലും തന്നെ താൻ ഇടപെട്ടിട്ടുണ്ട്. കൂടുതൽ ഇടപെടലും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം ഇപ്പോൾ ഓച്ചന്തൂരത്ത് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. നമുക്കറിയാം ഉഷയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഈ പൊതുദർശനം നടന്നിരിക്കുന്നത്. അതായത് കുറ്റകൃത്യം നടന്ന വീട്ടിൽ നിന്നാണ്ട് അല്പം ദൂരം മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ. കരിമ്പാടം മണത്തറയിലെ വീട്ടിൽ വലിയ സങ്കടകരമായ കാഴ്ചയാണ് ഏതാനും മണിക്കൂറുകൾ നേരം ഇവിടെ നമ്മൾ കണ്ടത്. നാട്ടുകാരാകെ ഒന്നാകെ ഒഴുകിയെത്തുന്നു പൊതുദർശനത്തിനായി. അതോടൊപ്പം തന്നെ 2 പെൺമക്കൾ, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ആ കുരുന്ന് ഹൃദയത്തിലാണ് ഇന്നലെ വലിയ മുറിവുണ്ടായത്. ആ മുറിവ് ഏത് നിലയിൽ മാറുമെന്ന ചോദ്യമെല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് അതിന് ഒരു ഉത്തരം നൽകാനില്ല. വാക്കുകൾ നമുക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ ആശ്വസിപ്പിക്കണം എന്ന നിലയിൽ എന്ത് വാക്ക് ഉപയോഗിച്ച് ആശ്വസിപ്പിക്കണം എന്ന നിലയിലെല്ലാം തന്നെ നമുക്കിപ്പോൾ അറിയില്ല. കാരണം വലിയ ഒരു ദുരിതത്തിലാണ് ആ കുടുംബമുള്ളത്. സങ്കട കാഴ്ചയായിരുന്നു ഇവിടെ ഏതാണ്ട് 1.5 മണിക്കൂർ പൊതുദർശനം ഉണ്ടായപ്പോൾ കണ്ടത്. നാട്ടുകാർ ഒന്നാകെ ഒഴുകിയെത്തിയിരുന്നു. നാടി നടക്കിയ സംഭവം തന്നെയാണ് ചേന്നമംഗലത്തിൽ നടന്നത്. ഇപ്പോൾ പൊതുദർശനം അവസാനിച്ചു. സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ഇപ്പോൾ നടക്കാനായി ഓച്ചന്തൂരത്ത് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. ഇവിടെ അല്പസമയം തന്നെ പ്രാർത്ഥന ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞു. മതപരമായ ചടങ്ങുകളെല്ലാം തന്നെ കഴിഞ്ഞു. 3 ആംബുലൻസുകളിലായാണ് ഇപ്പോൾ ഓച്ചന്തൂരത്ത് ശ്മശാനത്തിലേക്ക് എന്തായാലും മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത്. 5:30 തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും വലിയ ദുരിതത്തിൽ തന്നെയാണ് കുടുംബം ഉള്ളത്. ഈ കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു ഇന്നലെ വൈകിട്ട് 6 മണിയോട് തന്നെ ഈ അരുൺ കൊല നടന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു ആഘാതത്തിൽ നിന്ന് ആ കുരുന്നുകൾ ഏത് നിലയിൽ അത് സാധാരണ ജീവിതത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് ഇപ്പോഴും ഉയർന്ന ചോദ്യമാണ്. അമ്മ മരിച്ചുപോയി, അച്ഛൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു, അപ്പൂപ്പയും അമ്മൂമ്മയും എല്ലാം തന്നെ മരണത്തിലേക്ക് പോയി. അങ്ങനെ ആ ഒരു വലിയ ദൂരത്തിൽ ആ കുടുംബം കരകയറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ സംവിധാനങ്ങൾ ചേർത്ത് പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ എന്ന നിലയിൽ താനും അതിൽ ഇടപെടുമെന്നാണ് പ്രതിപക്ഷ വി.ഡി. സതീശൻ അല്പസമയം തന്നെ വ്യക്തമാക്കിയത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഏതാണ്ട് അരമണിക്കൂറിനും തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.